ഹായ് ഹലോ നമസ്കാരം മക്കളെ. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. LDC എക്സാമിനേഷൻ കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ പ്രൊഫൈലുകളിലേക്ക് ഇപ്പോഴേ മെസ്സേജ് പോയിട്ടുണ്ട്. അതായത് 14 ജില്ലകളിലെയും മെസ്സേജ് ഇപ്പോഴേ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തപ്പി നടക്കുന്ന ഒരു സംഗതിയാണ് എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്. അതായത് ഫൈനൽ കട്ട് ഓഫ് പറയേണ്ടത് പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്നാൽ നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന ഉറവിടങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ഏറ്റവും അവസാനത്തെയാണ്. എങ്ങനെയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഏറ്റവും അവസാനത്തെ ആളുടെ എത്രയാണ് അയാൾക്ക് വന്നിട്ടുള്ള മാർക്ക് എന്നത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. എല്ലാം ആക്യുറേറ്റ് ആവണമെന്നില്ല, എന്നാലും ഏകദേശം മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ആ ഒരു കട്ട് ഓഫ് ഏകദേശം എത്രയാവാനാണ് സാധ്യത? ഓക്കെ, സാധ്യത മാത്രമാണ് പറയുന്നത്, ഇത് കൃത്യമാണ് എന്നല്ല പറയുന്നത്, സാധ്യത മാത്രമാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞ സോഴ്സുകളിൽ നിന്നുള്ള സാധ്യതയാണ്. അതായത് കുറേ കുട്ടികൾ നമ്മളെ വിളിക്കുന്നുണ്ട്, ഈ ഒരു ലിസ്റ്റിൽ മെസ്സേജ് വന്നിട്ടില്ല, അപ്പോൾ അവർക്ക് എന്താണ് പറ്റിയത്, ഇനിയും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായിട്ട് കഴിയുമോ, ഇതിൻ്റെ മാർക്ക് നോക്കാനായിട്ട് കഴിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സംശയത്തിൽ അവർക്കൊരു ആശ്വാസമാകുക, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പ്രക്രിയകളെ കുറിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലടാ? ശരി, നമുക്ക് നേരെ നമ്മുടെ ലിസ്റ്റുകളൊന്ന് നോക്കിയാൽ നിലവിൽ 14 ജില്ലകളിലെയും വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഇടുക്കി ജില്ലയാണെങ്കിൽ ഇടുക്കിയിൽ ഏകദേശം 62 64, ഓക്കെ, 62 മാർക്കിനും 64 മാർക്കിനും ഇടയിലായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് പോയാലോ, 65 67, ഓക്കെ, 65നും 67നും ഇടയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു കട്ട് ഓഫ് വരാനുള്ള സാധ്യത. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ 72നും 74നും ഇടയ്ക്ക് മോസ്റ്റ് പ്രോബബിളി 73 അടുത്ത് വരുന്ന ഒരു കട്ട് ഓഫ് നമുക്ക് എവിടെ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുമടാ? തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു കട്ട് ഓഫ് എവിടെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്? തിരുവനന്തപുരം ജില്ലയിലായിരിക്കും. അത് 72നും 74നും ഇടയിലായിട്ടായിരിക്കും കട്ട് ഓഫ് വരാനായിട്ട് സാധ്യതയുള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ അവിടെ 60നും 62നും ഇടയിൽ സാധ്യതയുണ്ട്. തൃശ്ശൂർ ജില്ലയാണ് നിയമനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും സാധ്യത 60നും 62നും ഇടയിലാണ്. കാസർഗോഡ് ആണെങ്കിൽ 58 60, 58നും 60നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയാണ് എങ്കിൽ 56നും 58നും ഇടയിലാണ് കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. ഇനി അതേസമയം തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ 62 മാർക്കിനും 64 മാർക്കിനും ഇടയിൽ കട്ട് ഓഫ് മാർക്ക് ഉള്ളവർക്ക്, അല്ലെങ്കിൽ അത്രയും മാർക്ക് ഉള്ളവർക്ക് പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കൊല്ലം ജില്ലയിലേക്ക് എത്തിയാൽ 57നും 59നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ പാലക്കാട് ജില്ലയാണ് എങ്കിൽ മറ്റൊരു നല്ല കോമ്പറ്റീഷൻ നടന്ന ജില്ലയാണ്. 63നും 65നും ഇടയിലായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് പാലക്കാട് ജില്ലയിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ 58നും 60നും ഇടയിലാണ്, 58നും 60നും ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പത്തനംതിട്ട ജില്ലയിൽ. മലപ്പുറത്തേക്ക് എത്തിയാൽ 65നും 67നും ഇടയ്ക്ക്. എറണാകുളം ജില്ലയിലേക്ക് എത്തിയാൽ 68നും 70നും ഇടയ്ക്ക്. അതായത് സെക്കൻഡ് മോസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഒന്നാമത് തിരുവനന്തപുരം ആയിരിക്കും, രണ്ടാമതാണ് ഏത് വരിക? എറണാകുളം വരിക എന്നുള്ളത് മനസ്സിലാക്കുക. നിയമനങ്ങൾ അത്യാവശ്യം നടക്കുന്ന ജില്ലയാണ്, 68നും 70നും ഇടയ്ക്ക്. അതേപോലെ വയനാട്ടിലേക്ക് എത്തിയാൽ 62നും 64നും ഇടയ്ക്ക്. കോട്ടയത്തേക്ക് എത്തിയാൽ 61നും 63നും ഇടയ്ക്കാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. ഓക്കെ, ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്നായിട്ട് ഇനിയുള്ള കാലത്ത് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ വ്യക്തതയോടെ, വളരെ കൃത്യമായി നല്ല രീതിയിലുള്ളൊരു പഠനം, അത് 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ ആഴത്തിലുള്ള ഒരു പഠനം ഇനി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിൽ ഏറ്റവും അധികം കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ജില്ലയും, രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് എറണാകുളം ജില്ലയുമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അത്രയും വലിയൊരു കട്ട് ഓഫ് അവർ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാനായിട്ട് കഴിയും. ആ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ എടുപ്പിക്കാം. നിങ്ങൾക്ക് അതിനൊരു നിശ്ചിത ഫീസ് ഉണ്ട്, ആ ഫീസിൽ പേപ്പർ എടുപ്പിക്കാം. അല്ലെങ്കിൽ റീവാലുവേഷൻ, ഒന്നുകൂടെ വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അയക്കാം.
ഒരു 2-3 മാസത്തിനുള്ളിൽ അവർ അതിന്റെ റിസൾട്ട് തരും. ആ റിസൾട്ട് വെച്ചിട്ട് മാറ്റമുണ്ട് എങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യും, അഡെൻഡം വഴി ആഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. പക്ഷേ സാധ്യത കുറവാണ്. കാരണം എന്താ, വളരെ ആധുനികമായിട്ടുള്ള രീതിയിലാണ് PSC OMR ഷീറ്റുകളൊക്കെ നോക്കുക. ഇനിയും മാനുവൽ ആയിട്ടാണെങ്കിൽ അവിടെ 2-3 തവണ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ അത്തരത്തിലുള്ള എററുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ PSC ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലടാ. ഇനിയും കഴിഞ്ഞ തൊഴിൽ വീതിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്: LDC 214 നിയമനങ്ങൾ കൂടി ഉടനെ ഉണ്ടാകുമെന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പൊ LDCയുടെ നിയമനം നടക്കുന്നുണ്ട്. അതായത് 39% അതിന്റെ കൂട്ടത്തിൽ ഒരു 214 അഡ്വൈസുകൾ കൂടി ഉടനെ പോകുന്നുണ്ട്. 12 ജില്ലകളിലായിട്ടാണ് 214 അഡ്വൈസുകൾ പോവുക. ഇതിലെ പ്രത്യേകത ഏകദേശം 190ഓളം പുതിയ ഒഴിവുകളാണ്. 190ഓളം പുതിയ ഒഴിവുകളാണ് എന്ത് ചെയ്യാൻ സാധ്യതയുള്ളത്, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ 24 NJDയുമാണ്. അപ്പോൾ ഫ്രഷ് വേക്കൻസി ആണ് 190 വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് തൃശ്ശൂർ ജില്ല 76, ഏറ്റവും കുറവാണെങ്കിലോ 4 വേക്കൻസി ഇടുക്കി ജില്ലയിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റ് ജില്ലകൾ തിരുവനന്തപുരം 11, പത്തനംതിട്ട 9, ആലപ്പുഴ 9, കോട്ടയം 15, എറണാകുളം 14, പാലക്കാട് 25, ദെൻ അതേപോലെ തന്നെ മലപ്പുറം 29, വയനാട് 5, കണ്ണൂർ 11, കാസർഗോഡ് 6 എന്നീ ക്രമത്തിലാണ് വേക്കൻസികൾ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസികൾ കൂടി ഉടനെ എന്ത് ചെയ്യാൻ പോവാണ്, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ 1030 പേരുടെ ടോട്ടൽ അഡ്വൈസ് ആണ് പോവുക. 1030 പേരുടെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് നിലവിൽ പോയിട്ടുള്ളത് 1030 ആണ്. ഇനിയും അതിന്റെ കൂട്ടത്തിൽ അഡീഷൻസ് വരാനായിട്ട് പോകുന്നു. ആലപ്പുഴയാണെങ്കിൽ 595, പത്തനംതിട്ടയാണെങ്കിൽ 525, കോട്ടയമാണെങ്കിൽ 638, ഇടുക്കിയാണെങ്കിൽ 484, then എറണാകുളം 949, then തൃശ്ശൂരാണെങ്കിൽ 849. അപ്പൊ എറണാകുളം, തൃശ്ശൂർ, അതേപോലെ തന്നെ തിരുവനന്തപുരം, ഇവിടെയൊക്കെയാണ് ഏറ്റവും അധികം LDC നിയമനങ്ങൾ ഉണ്ടാകുന്ന ജില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പിന്നീട് പാലക്കാട് നോക്കിയാൽ അവിടെ 726, മലപ്പുറം ആണെങ്കിൽ 869, മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ്. വയനാട് 327, ദെൻ കണ്ണൂരാണെങ്കിൽ 817, ദെൻ കാസർഗോഡ് ആണെങ്കിൽ 315. ഈ ക്രമത്തിലായിരിക്കും കഴിഞ്ഞ വർഷത്തെ, അതായത് തൊട്ട് മുമ്പ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ്, ഇനിയും ഒരു 6 മാസം കൂടി അവശേഷിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ നിയമനങ്ങൾ ഇപ്രകാരമാണ് ഇനി വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നിയമനങ്ങൾ പോയിട്ടുണ്ട്. ഇനിയും ഒരു 214 വേക്കൻസി കൂടെ വരാനുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ലിസ്റ്റുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആശങ്കപ്പെടുകയല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് 72 മാർക്കാണ് പ്രതീക്ഷിച്ചത്, നിങ്ങൾക്ക് ലിസ്റ്റിൽ എത്തിയില്ല എന്നുള്ള ആശങ്കയുള്ളവരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 75 മാർക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു, തിരുവനന്തപുരത്ത് 75 ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷനിലൊക്കെ എന്തെങ്കിലും ഒരു പിശക് പറ്റിയതായിരിക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് ഇനിയും സങ്കടപ്പെടാതെ പഠിക്കാനുള്ള സമയമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് ഉള്ള ആളുകൾ കാണും. ലാബ് അസിസ്റ്റന്റ് മെയിൻസ് ഉള്ള ആളുകൾ കാണും. അതേപോലെ SI വരുന്നുണ്ട്, CPO ഉണ്ട്, CEO ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റുകളുണ്ട്, ദെൻ ഫയർ വിമൻ പരീക്ഷ വരാനിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ വരാനിരിക്കുന്നുണ്ട്. ദെൻ ഇനിയും അതും പോരാഞ്ഞിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള മറ്റ് നമ്മുടെ 10th ലെവലിലുള്ള പ്രിലിമിനറി പരീക്ഷകൾ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ വിജയത്തിൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അവസാനിപ്പിക്കത്തുള്ളൂ. അത്തരത്തിലുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ അല്ലടാ? ഇനിയും നമ്മുടെ ഒരു ബാച്ച്, അതായത് പ്രയാണം ബാച്ച് എന്നൊരു അടിപൊളി ബാച്ച് നമ്മുടെ ഇപ്പോൾ റണ്ണിങ് ആണ്. 10th ലെവൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് 10th ലെവലിന്റെ പ്രിലിമിനറി മെയിൻസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുൾ ബാച്ച്, അതായത് ഒരു ലോങ് ടൈം ബാച്ചാണ്, ഒരു നീണ്ട കാലത്തേക്കുള്ള ഒരു ലോങ് ടൈം ബാച്ചാണ് പ്രയാണം എന്ന് പറയുന്നത്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. 4499 രൂപയാണ് ഈ പറയുന്ന പ്രയാണം ബാച്ചിന്റെ ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. 350+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. കൃത്യമായിട്ട് 50+ അവേഴ്സിന്റെ ലൈവ് സെഷനുകൾ കാണും. അവിടെ നിങ്ങൾക്ക് PSCയുടെ ചോദ്യങ്ങൾ, ദെൻ വീക്ക്ലി ടെസ്റ്റുകൾ, ചാപ്റ്റർ ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണ് പ്രയാണം ബാച്ച്. അപ്പോൾ ഈ പ്രയാണം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ 8281
922366 എന്ന് പറയുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ? അപ്പം LDCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഡിസ്ക്ലൈമർ ഇടുകയാണ്, ഇത് അവസാനത്തെ കട്ട് ഓഫ് ഒന്നും അല്ല, നമ്മുടെ അറിയാൻ കഴിഞ്ഞ സോഴ്സുകളിൽ നിന്നുള്ള വിവരം മാത്രമാണ്. നിങ്ങൾ ഇനിയും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട, നന്നായിട്ട് എന്ത് ചെയ്യുക, തുടർന്ന് വരുന്ന പരീക്ഷകൾക്ക് പഠിച്ചു പോവുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്തത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.